ലൈഫ് പദ്ധതിയെ തകർക്കാനാണ് UDF സർക്കാർ ശ്രമമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 4 ലക്ഷം രൂപയുടെ ഭവന പദ്ധതി 3 ലക്ഷമാക്കിയത് പ്രതിഷേധാർഹമാണ്. കേന്ദ്ര നിബന്ധനകൾക്ക് മുൻപിൽ മുട്ടുമടക്കിയ സർക്കാർ ലോഗോ വെക്കണമെന്ന വാശിക്ക് മുന്നിൽ നട്ടെല്ല് വളച്ചെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിജിൻ വായാന്തോട് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. വിജിൻ, പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ വിശദാംശങ്ങൾ എന്താണ്? വിനിഷ, ലൈഫ് മിഷനിൽ പെടുത്തി 4 ലക്ഷം രൂപ വീതമായിരുന്നു ഗുണഭോക്താക്കൾക്ക് നേരത്തെ നൽകിയിരുന്നത്. ഇതിൽ 1.5 ലക്ഷം രൂപ കേന്ദ്ര വീതവും ഒപ്പം തന്നെ 2.5 ലക്ഷം രൂപ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും നേരിട്ട് നൽകുകയും ചെയ്യുന്നതായിരുന്നു പദ്ധതി. അതാണ് ലൈഫ് മിഷൻ പദ്ധതി. അതിൽ PMYA കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അതിൽ നഗരം, ഗ്രാമം എന്നീ പദ്ധതികൾ ആണ് ഉള്ളത്. അതിൽ നഗരത്തിലുള്ളവർക്ക് നിലവിൽ 4 ലക്ഷം രൂപ എന്നത് 3 ലക്ഷമാക്കി കുറയ്ക്കുകയാണ്. 1 ലക്ഷം രൂപ നിലവിൽ ഗുണഭോക്താക്കൾ തന്നെ എടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് UDF സർക്കാർ പോയിട്ടുള്ളത്. ഇതിനെതിരെയാണ് നിശ്ചിതമായ വിമർശനം പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയെ തകർക്കുകയാണ്, ഒപ്പം തന്നെ പാവപ്പെട്ടവരെ അവർക്ക് 1 ലക്ഷം കൂടി അധിക ബാധ്യതയാക്കി വെക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് ലൈഫ് മിഷനെ പൂർണ്ണമായും തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഈ PMYA പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതിന്റെ കേന്ദ്ര സർക്കാരിന് ലോഗോ വെക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ സർക്കാർ അക്കാര്യത്തിൽ ലോഗോ വെക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ചാപ്പ, ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ലഭിക്കുന്ന വീടായി അതിനെ കണക്കാക്കരുത്. അത് വീട് എന്നുള്ളത് അഭിമാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചാപ്പ കുത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ ഒരു ബോർഡ് വെക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് അങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര നിബന്ധനകൾ പാലിക്കേണ്ടി വരും. അതിൽ വീടുകളിൽ PMYA എന്നുള്ള ബോർഡ് സ്ഥാപിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് വലിയ തരത്തിൽ ആളുകളുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ട് മടക്കുകയാണ് കേരളം ചെയ്യുന്നത് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നിബന്ധനകൾ എക്കാലത്തും എതിർത്ത് പോവുകയാണ് LDF സർക്കാർ ചെയ്തത്. അങ്ങനെയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന വീടുകൾ നിർമ്മിച്ച് നൽകിയത്. അത് നഗരത്തിലും ഒപ്പം തന്നെ ഗ്രാമങ്ങളിലുമെല്ലാം 4 ലക്ഷം രൂപ തന്നെ എടുത്താണ് നൽകിയാണ് അത്തരം പദ്ധതികൾ നടപ്പിലാക്കിയത്. 1.5 ലക്ഷം രൂപ മാത്രം കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ 2.5 ലക്ഷം സംസ്ഥാനമാണ് വഹിച്ചിരുന്നത്. ഇപ്പോൾ പകുതിയായി അത് മാറിയിരിക്കുന്നു. അതായത് 3 ലക്ഷം മാത്രം നൽകും എന്ന് പറയുമ്പോൾ അത് പകുതിയായി മാറുന്നു. ഗുണഭോക്താക്കൾ തന്നെ 1 ലക്ഷം രൂപ അതിൽ നൽകുകയും വേണം, അതിൽ സ്വന്തമായി മുടക്കുകയും വേണമെന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു ചാപ്പ, ഇങ്ങനെയൊരു ലോഗോ പ്രദർശിപ്പിക്കേണ്ടത്? എന്തിന്റെ ആവശ്യത്തിനാണ് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നേരത്തെ സർക്കാരിന്റെ ഒരു നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടി അത്തരം ലോഗോ വെക്കാൻ കഴിയില്ലെന്ന് തദ്ദേശ മന്ത്രി തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ BJPക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം.